അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ അഹദിസ് സമദിൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا. قل أنزله الذي يعلم السر في السماوات والأرض إنه كان غفورا رحيما. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, SKSSF-ന് കീഴിൽ നമ്മുടെ വടക്കുമുറിയിൽ നമ്മൾ നടത്തി വരുന്ന ഖുർആൻ പ്രഭാഷണ സദസ്സ് ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടാൻ നമുക്ക് അവസരം ലഭിച്ചു. സർവശക്തനായ അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ. നമ്മിലും മാതാപിതാക്കളിലും നമ്മോട് ബന്ധപ്പെട്ടവരിലും വിശുദ്ധ ദീനിനെ സഹായിക്കുന്നവരിലൊക്കെ ഉള്ള സർവ്വ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരട്ടെ. എല്ലാവരിലുമുള്ള രോഗങ്ങൾക്ക് അല്ലാഹു പൂർണ്ണ ശമനം നൽകട്ടെ. നമ്മുടെ റിലീഫിലേക്ക് ധാരാളം ആളുകൾ പല നിലക്കും സഹായങ്ങൾ നൽകിയവരുണ്ട്, സ്വർണ്ണാഭരണങ്ങൾ നൽകിയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കട്ടെ, രോഗങ്ങൾക്ക് ശമനം നൽകട്ടെ. പലരും ഈ നല്ല കാര്യത്തിലേക്ക് നേർച്ചയാക്കിയവരാണ്. അല്ലാഹു തആല അബ്റാറിയങ്ങളുടെ കൂട്ടത്തിൽ അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഈ മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് അല്ലാഹു നമുക്ക് മോചനം നൽകട്ടെ. പൂർണ്ണ ഈമാനോടുകൂടെ മരിക്കാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ അടുത്ത് ഒരു പ്രമുഖ പത്രം മലയാള മനോരമയിൽ ഒരു കാർട്ടൂൺ വരികയും അത് ചെറിയ തോതിൽ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ആ കാർട്ടൂണിലൂടെ പലരും പറഞ്ഞു, ഇപ്പോഴത്തെ പുതിയ വിവാദം നടക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്തും ഖുർആനുമൊക്കെ ഒരു വലിയ ചർച്ചയായ സമയത്തുള്ള ആ കാർട്ടൂണിൽ വ്യംഗ്യമായി ഖുർആൻ കെട്ടുകഥയാണ്
എന്ന് വരുത്തി തീർക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് അത് കണ്ട പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും വിശദീകരിക്കുകയുണ്ടായി. അവർ കൃത്യമായിട്ട് അതുകൊണ്ട് എന്ത് ഉദ്ദേശിച്ചു അതിലേക്കൊന്നും തൽക്കാലം ഇപ്പോൾ നമ്മൾ വരുന്നില്ല. അവരെന്ത് ഉദ്ദേശിച്ചാലും പരിശുദ്ധ ഖുർആന്റെ അവതരണ കാലം മുതൽ ഖുർആനിന്റെ ശത്രുക്കൾ എല്ലാ കാലത്തും ഉയർത്തിക്കാട്ടിയ ഒരു കാര്യമാണ് ഖുർആനിലെ ചരിത്രങ്ങൾ അത് കെട്ടുകഥയാണ് എന്ന്. അത് കെട്ടുകഥയല്ല എന്ന് ഉറപ്പായിട്ടും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രചണ്ഡമായി അങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ടായതാണ്. ഈ കാലഘട്ടത്തിലും ചിലരൊക്കെ അങ്ങനെ പ്രചരിപ്പിക്കുന്നു. അതിൻ്റെ ഒരു മുഖ്യ കാരണം അസൂയ എന്ന് പറയുന്ന വലിയ ഒരു രോഗമാണ്. അതിന് മരുന്നില്ല. അത് വർഗീയവാദികളാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും പത്രപ്രവർത്തകരാണെങ്കിലും ചിലരുടെ ഉള്ളിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ, ഒരു ചാൻസ് ലഭിക്കുമ്പോൾ ഏതെങ്കിലും രൂപത്തിൽ വിശുദ്ധ ഖുർആനിനെ അല്ലെങ്കിൽ പ്രവാചകരെ അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിനെ ആ രൂപത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കാൻ കഴിയുന്ന ഉള്ള അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട്. കാർട്ടൂണുകൾ തന്നെ ലോകത്ത് ഒരുപാട് ചർച്ചകൾ വന്നതാണ്. പ്രവാചകർക്കെതിരെ ഡെൻമാർക്കിൽ ഒരു കാർട്ടൂൺ വന്നത് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇസ്ലാമിനെതിരെ, പ്രവാചകർക്കെതിരെ, ഖുർആനിനെതിരെ ഇത് നിരന്തരം വരും. പക്ഷേ അതൊന്നും വിജയിക്കില്ല. ഒരാള് നട്ടുച്ച സമയത്ത് ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങി നിന്നിട്ട് കത്തി നിൽക്കുന്ന സൂര്യനിലേക്ക് നോക്കിയിട്ട് ആ സൂര്യന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ അതുകൊണ്ടൊരു പ്രയോജനമില്ലല്ലോ. തൻ്റെ അടുത്തുള്ള ഒരു ഇലക്ട്രിക് ബൾബ് കത്തുന്ന സമയത്ത് അതുപോലെ ഊതിക്കെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഒരു വിളക്ക് കെടുത്തുന്നത് പോലെ. എന്നാൽ പരിശുദ്ധ ഖുർആനിനെ, പ്രവാചകരെ, വിശുദ്ധ ഇസ്ലാമിനെ ആക്രമിക്കുന്നവർ ഭൂമിയേക്കാൾ എത്രയോ വലിപ്പമുള്ള സൂര്യഗോളത്തിനെ, അതിൻ്റെ പ്രകാശത്തെ, അതിൻ്റെ പ്രഭയെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നത് പോലെയാണെന്നാണ്. സത്യനിഷേധികളായ ആളുകൾ, ശത്രുക്കളായ ആളുകൾ അവരുടെ വായകളെ കൊണ്ട് അവർ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കും. അത് നടക്കൂല എന്നുള്ളതാണ്. ആ ഒരു ശ്രമമാണ് എല്ലാ കാലത്തും നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ചില വക്രബുദ്ധിക്കാര് ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ ഇത് സംബന്ധമായിട്ട് അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا. സൂറത്തുൽ ഫുർഖാനിലെ 4-ാം വചനത്തിൽ അള്ളാഹു പറയുന്നത് വഖാല അല്ലദീന കഫറു,
സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാ. ഈ വിശുദ്ധ ഖുർആൻ അത് മുഹമ്മദ് നബി നിർമ്മിച്ചുണ്ടാക്കിയതാണ്. അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങളല്ല, ഇത് മുഹമ്മദ് നബി സ്വയം നിർമ്മിച്ചുണ്ടാക്കിയതാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താ അറിയോ? അവർ പറഞ്ഞത് അള്ളാഹു ഉദ്ധരിക്കാം, വേറെ ചിലർ മുഹമ്മദ് നബി ആ വിഷയത്തിൽ സഹായിച്ചു. അതായത് വിശുദ്ധ ഖുർആനിൽ പറയുന്ന ചരിത്രങ്ങളും മറ്റൊക്കെ അത് വേറെ ചിലര് പറഞ്ഞു കൊടുക്കുന്നതാണ്. ആ സഹായത്തിൽ അദ്ദേഹം സ്വയം നിർമ്മിച്ചതാണ് ഈ വചനങ്ങൾ. ഫഖദ് ജാഊ ളുൽമൻ വസൂറാ. അവര് അക്രമം, അതുപോലെ വ്യാജം, കള്ളം അതുമായി വന്നവരാണ്, അതിനെ സ്ഥാപിച്ചവരാണ്. അവരാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. മാത്രല്ല വഖാലൂ അസാതീറുൽ അവ്വലീന ഇക്തതബഹാ ഫഹിയ തുംലാ അലൈഹി ബുക്റതൻ വഅസീലാ. മാത്രമല്ല ആ സത്യനിഷേധികൾ പറഞ്ഞു, ആ സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു എന്ത്? അസാതീറുൽ അവ്വലീൻ. ഈ ഖുർആൻ എന്ന് പറയുന്നത് ഒരു പഴങ്കഥയാണ്, പൂർവീകരുടെ കെട്ടുകഥയാണ്. അസാതീറുൽ അവ്വലീന ഇക്തതബഹാ. അത് മുഹമ്മദ് നബി എഴുതി ഉണ്ടാക്കിയ പൂർവീകരുടെ കെട്ടുകഥയാണ്, പഴങ്കഥയാണ്. ഫഹിയ തുംലാ അലൈഹി ബുക്റതൻ വഅസീലാ. അത് പ്രഭാതത്തിലും പ്രദോഷത്തിലും അദ്ദേഹത്തിന്റെ മേലിൽ വായിച്ചു കൊടുക്കപ്പെടുന്നതാണ്. നോക്കൂ നിങ്ങൾ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ ശത്രുക്കള്, ഖുർആന്റെ വിരോധികൾ അന്ന് അവർ പറഞ്ഞതാണ്. അന്ന് അവർ പറഞ്ഞ എന്താ? ഖുർആന് കെട്ടുകഥയാണ്, പഴങ്കഥയാണ്, അത് വേറെ ചിലര് അതിനെ സഹായിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മേലിൽ വായിച്ചു കൊടുക്കുകയാണ്. ആ വായിച്ചു കൊടുക്കപ്പെടുന്നത് അദ്ദേഹം വെറുതെ അങ്ങനെ പറയണം. ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് നേർക്ക് നേരെ ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്, ഖുൽ അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ-അർദ് ഇന്നഹു കാന ഗഫൂറർ റഹീമാ. ഖുൽ, നബിയെ താങ്കൾ പറയണം അവരോട്, അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ-അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും സർവരഹസ്യങ്ങളും അറിയുന്ന അള്ളാഹു അവതരിപ്പിച്ചതാണ് ഖുർആൻ. ഇവർ പറയുന്നല്ലോ അത് പൂർവീകരുടെ പഴങ്കഥയാണ്, മറ്റു ചില ആളുകളൊക്കെ വായിച്ചു കൊടുക്കുന്നതാണ്, ഓതിക്കൊടുക്കുന്നതാണ്, പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് മുഹമ്മദ് നബി ഇങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതല്ലാതെ ഇത് ദൈവീകമായ വചനങ്ങളൊന്നുമല്ല, ഇത് നേരത്തെ നടന്ന സംഭവങ്ങളൊന്നുമല്ല, കെട്ടുകഥയാണ്, പഴങ്കഥയാണ്. അള്ളാഹു പറയാണ്, അവർക്കൊരൊറ്റ മറുപടി കൊടുക്കുക, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവരഹസ്യങ്ങളും അറിയുന്ന അല്ലാഹ് അവൻ അവതരിപ്പിച്ചതാണിത്. ഇന്നഹു കാന ഗഫൂറർ റഹീമാ. തീർച്ചയായിട്ടും അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. അതായത് ഇത്തരം വാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആളുകൾ അവർ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അവരുടെ തൗബയും അല്ലാഹു തആല സ്വീകരിക്കും എന്നുള്ള രൂപത്തിൽ അല്ലാഹു തആല പറയുന്നു. അപ്പോൾ അൽ ഫുർഖാൻ സൂറത്തിൽ വളരെ കൃത്യമായി അല്ലാഹു തആല പറയുന്നു, യഥാർത്ഥത്തിൽ ഈ വാദം, അതായത് ഖുർആൻ പഴങ്കഥയാണ്, കെട്ടുകഥയാണ്, ആ വാദാണ് യഥാർത്ഥത്തിൽ ഒരു പഴങ്കഥ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും സത്യനിഷേധികൾ പറഞ്ഞതാണ്. എന്നാൽ അതേസമയം പരിശുദ്ധ ഖുർആനിലെ ചരിത്രങ്ങൾ എന്ന് പറയുന്നത് അത് 100% സത്യസന്ധമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്ന ചരിത്രങ്ങൾ, ഈ ചരിത്രങ്ങൾ എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഒരു ചരിത്രം പറയുമ്പോൾ അതിൽ ഒരു വാക്ക് പോലും, അതിലെ ആശയത്തിന് മാത്രമല്ല, ആ പ്രയോഗത്തിലെ
ഒരു വാക്ക്, ഒരു അക്ഷരം, അതിൽ പോലും ഒരു പിഴവ് സംഭവിക്കില്ല. ഖുർആൻ ചരിത്രം പറയുന്നത് പ്രധാനമായും 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, അന്ത്യപ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ ഈ ചരിത്രം പറയുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട 4 കാരണങ്ങളിൽ ഒരു കാരണം, ഒന്നാമത്തെ അതിൻ്റെ ആവശ്യം, അതിൻ്റെ പിന്നിലുള്ള യുക്തി, പ്രവാചകത്വവും വഹിയും അത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. അതിനാണ് ചരിത്രം പറയുന്നത്. ഒരു കാരണം അതാണ്. കഴിഞ്ഞുപോയ സംഭവങ്ങൾ കൃത്യമായി ആരും പറഞ്ഞു കൊടുക്കാതെ, ഒരാളും പറഞ്ഞു കൊടുക്കാതെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൃത്യമായിട്ട് ആ ചരിത്രം നമുക്ക് വിവരിച്ചു തരുമ്പോൾ അതിൽ നിന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പറയുന്ന ആള് യഥാർത്ഥത്തിൽ പ്രവാചകനാണ്, അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പറയുന്നത്. ഈ കാര്യം ബോധ്യപ്പെടുത്താനാണ്. ഒന്നതാണ്. അതിനാണല്ലോ നമ്മുടെ നബിയെ ഒരു നിരക്ഷരനാക്കിയത്. നിരക്ഷരനായ പ്രവാചകൻ മുൻകാല വേദഗ്രന്ഥങ്ങൾ നോക്കി പറയാൻ കഴിയില്ല. ആ വേദക്കാരോട് പോയി ആശയവിനിമയം നടത്താൻ അതിനും സാധിക്കില്ല. കാരണം ഭാഷാ പ്രശ്നമുണ്ട്. ആരും പറഞ്ഞു കൊടുക്കാതെ പുണ്യനബിക്ക് ലഭിക്കുന്ന ആ ബോധനം, അള്ളാഹു നൽകുന്ന വഹി, ആ വഹിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നൽകുമ്പോൾ, ഈ ചരിത്രം പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, ഒന്നാമത്തെ അതിൻ്റെ ഗുണം, ആ പറയുന്നത് കൊണ്ടുള്ള ഗുണം, പ്രവാചകന്റെ പ്രവാചകത്വവും പ്രവാചകർക്ക് ലഭിക്കുന്ന വഹിയും അതിൻ്റെ സ്ഥിരീകരണം. അതാണ് ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രം കൃത്യമായിട്ട് ഖുർആൻ പറയുമ്പോൾ അതിലൂടെ കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും ഒരൊറ്റ സന്ദേശമാണ് പ്രചരിപ്പിച്ചത്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വേറെ ആരാധ്യനില്ല. ഈ ഒരു സന്ദേശം, അല്ലാഹുവല്ലാതെ വേറെ ആരാധ്യനില്ല, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്നുള്ള സന്ദേശം നൽകാനാണ്. എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ് നൽകിയത്. അപ്പോ ഓരോ പ്രവാചകന്മാർ, നൂഹ് നബിയുടെ, ഇബ്രാഹിം നബിയുടെ അലൈഹിസ്സലാം, അതുപോലെ ദാവൂദ് നബി, സുലൈമാൻ നബി അലൈഹിസ്സലാം, അതുപോലെ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ മൂസാ നബിയും ഈസാ നബിയും അതുപോലെയുള്ള പ്രവാചകന്മാരും മുഴുവനും അവരൊക്കെ പ്രബോധനം ചെയ്തത് തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വം, അത് സ്ഥിരപ്പെടുത്താനാണ് വന്നത്. അപ്പൊ അവരുടെ ചരിത്രത്തിലൂടെ ആ കാര്യം പഠിപ്പിക്കലാണ്. ഇതാണ് രണ്ടാമത്തെ ലക്ഷ്യം. ഖുർആൻ പറയുന്ന ചരിത്രങ്ങളുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം, അതായത് ഓരോ പ്രവാചകന്മാരും ഓരോ കാലത്തും ശത്രുക്കളാൽ വിവിധ രൂപത്തിൽ മർദ്ദിക്കപ്പെട്ടു എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തലാണ്. അതാണ് മൂന്നാമത്തെ ലക്ഷ്യം. ഓരോ കാലത്തും പ്രവാചകന്മാര് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ചില പ്രവാചകന്മാര് ബീഭത്സമായ രൂപത്തിൽ ആക്രമിക്കപ്പെട്ടു. ശത്രുക്കളാൽ കൊല്ലപ്പെട്ട പ്രവാചകന്മാരുണ്ട്, ശത്രുക്കളാൽ കൊല്ലപ്പെട്ട പ്രവാചകന്മാരുണ്ട്, ശത്രുക്കളുടെ കല്ലേറ് വാങ്ങിയവരുണ്ട്, അടി വാങ്ങിയവരുണ്ട്. നമ്മുടെ പ്രവാചകരെ കൊല്ലാൻ ശ്രമം നടന്നു, വിജയിച്ചില്ല, ഒരുപാട് തവണ നടന്നു. വല്ലാഹു യഅ്സിമുക മിനന്നാസ്, വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്ന, നബിയെ, ജനങ്ങളിൽ നിന്ന് താങ്കളെ നാം സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതരെ വധിക്കാൻ കഴിഞ്ഞില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കാനുള്ള പ്ലാന് അള്ളാഹു തല തകർത്ത് കളഞ്ഞു. ക്രൈസ്തവർ വെറുതെ തെറ്റിദ്ധരിച്ചതാണ്, കൊന്നിട്ടില്ല, അതിനവർക്ക് സാധിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ കാലത്തെ പ്രവാചകന്മാരുടെ ചരിത്രം അള്ളാഹു പറയുന്നത്, അതിന്റെ മൂന്നാമത്തെ ലക്ഷ്യം, എല്ലാ പൂർവ്വ പ്രവാചകന്മാരും ശത്രുക്കളാൽ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് എന്തെങ്കിലും പീഡനങ്ങളും പ്രയാസങ്ങളും ലോകത്തിന്റെ ഏത് ഭാഗത്ത് വന്നാലും അമ്പിയാക്കൾ വരെ അതിനെ നേരിട്ടു എന്ന് പറയുമ്പോൾ അതൊരു സമാധാനവും കൂടിയാണ്. ഇനി നോക്കൂ, നാലാമത്തെ അതിന്റെ ലക്ഷ്യം മഹാന്മാര് പറയുന്നുണ്ട്. ഖുർആനിലെ ചരിത്രങ്ങൾ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങളടക്കം, പൂർവ്വ ജനങ്ങളെ നശിപ്പിച്ചതടക്കമുള്ള ഖുർആൻ പറയുന്ന ചരിത്രങ്ങൾ, അത് ഖുർആൻ അവതരിപ്പിക്കുന്നതിന്റെ നാലാമത്തെ ലക്ഷ്യം അള്ളാഹുവിന്റെ തിരുദൂതരെ സമാധാനിപ്പിക്കാനാണ്.
അള്ളാഹുവിന്റെ തിരുദൂതർക്ക് സാന്ത്വനം നൽകലാണ് അതുവഴി ഉമ്മത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായി എന്ന ഒറ്റ കാരണത്താൽ അതുവരെ പ്രവാചകരെ അംഗീകരിച്ചവർ പരിശുദ്ധ മക്കയിൽ പ്രവാചകരെ വല്ലാതെ ദ്രോഹിച്ചു. അവസാനം ജന്മനാട്ടിൽ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ തൽക്കാലം തൊട്ടപ്പുറത്തുള്ള തോയിഫിലേക്ക് തന്റെ കുടുംബക്കാരോട് രക്ഷ കിട്ടുമെന്ന് കരുതി തോയിഫിലേക്ക് ഒരു യാത്ര പോയി. പക്ഷേ തോയിഫിൽ നിന്ന് 10 മടങ്ങ് ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. അവസാനം അവിടെ നിന്ന് തിരിച്ചു പരിശുദ്ധ മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ നല്ല സമയം വലിയ എതിർപ്പുകളും പ്രശ്നങ്ങളും വരുമ്പോൾ അള്ളാഹുവിന്റെ തിരുതർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. അപ്പോൾ മുൻകാല ചരിത്രങ്ങൾ ഖുർആനിലൂടെ അള്ളാഹുവിനെ വിവരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നബി തങ്ങൾക്ക് വല്ലാത്തൊരു സമാധാനമാണ്. ഖുർആന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഏതൊക്കെ രൂപത്തിൽ വേട്ടയാടപ്പെട്ടാലും ഈ ചരിത്രം കേൾക്കുമ്പോൾ നമുക്കും സമാധാനമാണ്. അപ്പൊ ഈ 4 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, പ്രവാചകത്വവും വഹിയും അതിന്റെ സ്ഥിരീകരണം. 2, സർവ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ ഏകത്വമാണ് പ്രബോധനം ചെയ്തത് എന്ന സത്യം ബോധ്യപ്പെടുത്തലാണ്. 3-മത്തത്, കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന സത്യം ബോധ്യപ്പെടുത്തലാണ്. 4-മത്തത്, അതുവഴി ആ ചരിത്രം പറയുക വഴി അള്ളാഹുവിന്റെ തിരുദൂതർക്ക് സമാധാനവും സാന്ത്വനവും നൽകാൻ അങ്ങനെ ഒരു ലക്ഷ്യം. അപ്പോൾ പ്രവാചകർക്ക് അത് ലഭിക്കുക വഴി ലോകത്തുള്ള എല്ലാ മോമിനിയങ്ങൾക്കും അത് ലഭിക്കും. അപ്പോൾ ഖുർആൻ ചരിത്രം പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ്. ബുദ്ധിയുള്ള ആളുകൾക്കറിയാം ഖുർആൻ പറയുന്ന ചരിത്രങ്ങളൊക്കെ അത് വസ്തുനിഷ്ഠമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അംഗീകരിക്കാൻ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ഉദാഹരണം പറയാം. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വേദത്തിന് പരിജ്ഞാനമുള്ള ഒരുപാട് പണ്ഡിതന്മാർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അന്ധമായി അള്ളാഹുവിന്റെ തിരുദൂതരോട് എതിർപ്പുണ്ടായിരുന്നു. അപ്പൊ ഇവര് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചു. അള്ളാഹുവിന്റെ തിരുദൂതർക്ക് ഈ പറയപ്പെടുന്ന കാലത്ത് സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ പിതാവായ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ പിതാവായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചൊന്നും കൃത്യമായ വിവരണം അള്ളാഹു നൽകിയിട്ടില്ല, പ്രത്യേകിച്ച് യൂസുഫ് നബിയെ പറ്റി. എന്നാൽ ജൂത പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൗറാത്തിൽ നിന്നും ഇഞ്ചീലിൽ നിന്നും ഈ വിവരം കിട്ടിയിട്ടുണ്ട്. അവരാരും ഈ വിവരം അള്ളാഹുവിന്റെ തിരുദൂതർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. പ്രവാചകർക്ക് അവരുടെ ചരിത്രം കൃത്യമായിട്ട് അറിയില്ല, കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഇവർക്കാണെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചൊരു ഏകദേശ ധാരണ ഉണ്ട്. അപ്പൊ ഇവര് അള്ളാഹുവിന്റെ തിരുദൂതരെ ഉത്തരം മുട്ടിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം ദുഷ്ടലാക്കോടുകൂടെ അവർ അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ വന്നിട്ട് ചോദിച്ചു, ഈജിപ്ത് ഭരിച്ച യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം സിറിയക്കാരനാണ്, പിന്നെ എങ്ങനെയാണ് ഈജിപ്ത് അദ്ദേഹം ഭരിച്ചത്? സിറിയക്കാരനായ ഷാമുകാരനായ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് മിസ്റിലെത്തുന്നത്, ഈജിപ്തിലെത്തുന്നത്? ഈ ചരിത്രം താങ്കൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ തിരുദൂതർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല, ഒന്നും പറയാൻ കഴിയൂല. അങ്ങനെ മറ്റുള്ളവർക്കിടയിൽ ഇവർക്ക് പറയാം, ഇയാൾ കള്ളപ്രവാചകൻ, ഇയാൾക്കൊന്നും അറിയില്ല, ഈ പറയപ്പെട്ട യൂസുഫിയുടെ ചരിത്രമൊക്കെ ഞങ്ങൾക്ക് ശരിക്കറിയാം എന്ന് പറയലായിരുന്നു അവരുടെ ലക്ഷ്യം. ആ സമയത്ത് അവരാ ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് മുഴുവനായിട്ട് ഇറക്കി. ഞാൻ പറയുന്നത് മുഅ്മിനീങ്ങൾ ഈ കാര്യം മനസ്സിലാക്കാനാണ്, അതല്ലാതെ നേരത്തെ ഉദ്ധരിച്ച പത്രക്കാരെയോ അല്ലെങ്കിൽ യുക്തിവാദികളെയോ അവരോട് എത്ര കാര്യങ്ങൾ പറഞ്ഞാലും അങ്ങനെയുള്ള വക്ര മനസ്സുള്ളവർക്ക് അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല, അവർ അഭിനയിക്കും.
അങ്ങനെ കുറെ ആളുകളെ ബോധ്യപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കടമ നമുക്കില്ലല്ലോ. വേണമെങ്കിൽ മനസ്സിലായിക്കൊള്ളട്ടെ. പക്ഷെ മുഅ്മിനീങ്ങൾക്ക് ഒരു കാലത്ത് ഖുർആന്റെ ഒരായത്തിൽ പോലും സംശയം വരില്ല. അതിന് എത്ര ആളുകൾ എങ്ങനെ ശ്രമിച്ചാലും അതല്ല, ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില ആണുങ്ങൾ ചില പെണ്ണുങ്ങൾ രണ്ടും കെട്ടവർ ഇവർ നിരന്തരം ഖുർആനെതിരെ സംസാരിക്കാണ്. അവർ കുരച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ആരും മൈൻഡ് ചെയ്യണില്ല. കാരണം എന്താ? ഒരു പ്രയോജനമില്ല. ഇവർ എത്ര ഇതിനെ എതിർക്കുന്നോ അതനുസരിച്ച് പുറത്ത് ഇതിന് ഊക്ക് കൂടും. അപ്പൊ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കുക. ജൂത പണ്ഡിതന്മാർ ചോദിച്ച ചോദ്യതാണ്, ആ ചരിത്രം താങ്കൾക്കറിയുമോ? അപ്പൊ ഇവർ വിചാരിച്ചത് അതിന് മറുപടി പറയാൻ അള്ളാഹുവിന്റെ ദൂതർക്ക് കഴിയൂല എന്നാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹു തആല സൂറത്ത് യൂസുഫ് ഇറക്കി. സൂറത്ത് യൂസുഫിൽ 111 ആയത്തുകളാണ്. 1776 വാക്കുകളാണ് ഈ സൂറത്തിലുള്ളത്. 7166 അക്ഷരങ്ങളും. അങ്ങനെയുള്ള 111 സൂക്തങ്ങളുള്ള സൂറത്ത് യൂസുഫ് ആ സന്ദർഭത്തിൽ അല്ലാഹു തആല അവതരിപ്പിച്ചു. ഇതിന് കേട്ടതോടുകൂടെ ഇവരാകെ അന്താളിച്ചു പോയി. ആ സന്ദർഭം ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്താ കാരണം? ഇവരാരും യൂസുഫ് നബിയുടെ കഥ അള്ളാഹുവിന്റെ ദൂതർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇവരുടെ വേദഗ്രന്ഥങ്ങൾ വായിച്ചെടുക്കാൻ അള്ളാഹുവിന്റെ ദൂതർക്ക് കഴിയൂല. അപ്പൊ ഈ ചരിത്രം പറയുന്നതിന്റെ ലക്ഷ്യം എന്താ? നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന തിരുദൂതർ തന്നെയാണ്. താൻ ഈ ചരിത്രം പറയുന്നത് അള്ളാഹുവിൽ നിന്ന് കൃത്യമായിട്ട് നേരിട്ടാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ആളുകൾ അത് മനസ്സിലാക്കിയത്. കാരണം യൂസുഫ് സൂറത്ത് മറ്റുള്ള സൂറത്തുകളെ പോലെയല്ല. ഇപ്പോ ഹൂദ് സൂറത്തുണ്ട്, പക്ഷെ ഹൂദ് നബിയെ പറ്റി മാത്രമല്ല അതിൽ പറയുന്നത്. സൂറത്ത് ഇബ്രാഹിം ഉണ്ട്, ഇബ്രാഹിം സൂറത്തിൽ ഇബ്രാഹിം നബിയെ പറ്റി മാത്രമല്ല പറയുന്നത്. അങ്ങനെ ഒരുപാട് സൂറത്തുകൾ. എന്നാൽ യൂസുഫ് സൂറത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ യൂസുഫ് നബിയെ പറ്റി മാത്രമാണ് പറയുന്നത്. മാത്രമല്ല, ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു ഇങ്ങനെ പറഞ്ഞു, 3-ാമത്തെ വചനത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഔഹൈനാ. നബിയെ, താങ്കൾക്ക് നാം ബോധനം നൽകുക വഴി ഏറ്റവും ഉദാത്തമായ രൂപത്തിൽ ചരിത്രം പറഞ്ഞു തരുന്നു, അവതരിപ്പിച്ചു തരുന്നു ഈ ഖുർആനിലൂടെ. വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. ഇതിന്റെ മുമ്പ് ആ ചരിത്രത്തെ പറ്റി അറിവില്ലാത്ത ആളായിരുന്നു താങ്കളെങ്കിലും ഇതിന്റെ മുമ്പ് താങ്കൾക്ക് അതറിയില്ല, ആ ചരിത്രം അറിയില്ല. പക്ഷേ ഈ ഖുർആനിലൂടെ ആ ഉദാത്തമായ ചരിത്രത്തെ നാം താങ്കൾക്ക് വിശദീകരിച്ചു തരികയാണ്. അല്ലാഹു തആല പറയുന്നു. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ 111 വചനങ്ങളിലൂടെ വളരെ കൃത്യമായിട്ട് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. അതിന്റെ എല്ലാ വശങ്ങളും പുതുമയോടുകൂടെ അല്ലാഹു തആല അവതരിപ്പിക്കുകയാണ്. ഇതിന് കേട്ടപ്പോ ഇവര് അത്ഭുത പരതന്ത്രരായി. കാരണം അവർക്ക് മനസ്സിലായി ഇത് മുഴുവനും സത്യമാണ്. മാത്രല്ല, ഈ സൂറത്തിലെ 109-ാമത്തെ ആയത്തിലൂടെ 111-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വളരെ കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ച് ഒന്നുകൂടി വിശദീകരിക്കുകയും ചെയ്തു. അവസാനത്തെ ആയത്തിൽ ഇവർക്കൊരു ഗൂഢ ലക്ഷ്യം ഉണ്ടായിരുന്നു. ജൂത പണ്ഡിതന്മാർക്ക് തകർത്ത് കളഞ്ഞു അതിന്. ഇതിന്റെ അവസാനം അല്ലാഹു ഇങ്ങനെ പറയാണ്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ് മാ കാന ഹദീസൻ യുഫ്തറാ വലാകിൻ തസ്ദീഖല്ലദി
വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ശൈഇൻ വഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ. നോക്കൂ, ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്ന ഈ ചരിത്രം, പൂർവ്വ പ്രവാചകന്മാരുടെയും മറ്റുമുള്ള ഈ ചരിത്രം, ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ഇബ്റത്തുണ്ട്, പാഠമുണ്ട്. യൂസുഫ് നബിയുടെ ചരിത്രം മാത്രമല്ല, യൂസുഫ് നബിയുടെ ചരിത്രം സവിസ്തരം പറഞ്ഞു. അതല്ല ഇവർ വന്ന് ചോദിച്ചത്, എങ്ങനെ യാക്കൂബ് നബി സിറിയയിൽ നിന്ന് മിസ്റിലെത്തിയത് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം ഈ ചരിത്രം മാത്രമല്ല, ഖുർആനിലുള്ള ചരിത്രങ്ങൾ മുഴുവനും അതിനെപ്പറ്റി അള്ളാഹു പറയുകയാണ്. അത് ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ഇബ്റത്തുണ്ട്, പാഠമുണ്ട്. ബുദ്ധിയില്ലാത്തവർ അതിനെ പരിഹസിക്കും, ബുദ്ധിയില്ലാത്തവർ അതിനെ കളിയാക്കും. പക്ഷെ ബുദ്ധിയുള്ളവർക്ക് അതിൽ പാഠമുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, മാ കാന ഹദീസൻ യുഫ്തറാ വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി. ഇത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം നിർമ്മിച്ച വൃത്താന്തമല്ല. അങ്ങനെയുള്ള ഇവർ പറയുന്ന കെട്ടുകഥയാണ്, ഇയാൾ കെട്ടിച്ചമച്ച് പറഞ്ഞതാണ്, ഒരിക്കലുമല്ല. വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി. ഇത് മുത്തുനബിയുടെ മുമ്പുള്ള പൂർവ്വ ഗ്രന്ഥങ്ങളെ അതിനെ സത്യപ്പെടുത്തി വന്നതാണ്. സർവ വസ്തുക്കളെയും സർവ കാര്യങ്ങളെയും വിശദീകരിക്കുന്ന രൂപത്തിലും വന്ന ഗ്രന്ഥമാണ്. സത്യവിശ്വാസികൾക്ക് കാരുണ്യവും മാർഗദർശനം നൽകുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ്. അപ്പൊ ഇവിടെ എല്ലാ വാദങ്ങളുടെയും മുനയൊടിച്ചു അല്ലാഹു തആല. അവ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാം. മുൻകാല വേദഗ്രന്ഥങ്ങളൊന്നും നോക്കാതെ, ഒന്നും നോക്കി മനസ്സിലാക്കാൻ കഴിയാത്ത നിരക്ഷരനായ അല്ലാഹുവിന്റെ തിരുദൂതർ ആ ചരിത്രം അവർ ചോദിച്ചത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് സത്യമാണ്. അതേപോലെ ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ വന്നത് ബഹുദൈവ വിശ്വാസികളാണ്. ഈ ബഹുദൈവ വിശ്വാസികൾ ജൂതന്മാരുടെ അരികെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, അത്രേ, ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ പ്രവാചകനാണെന്ന് വാദിച്ചു വന്നിട്ടുണ്ട്, മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജൂത പണ്ഡിതന്മാരോട് ചോദിക്കുകയാണ് ബഹുദൈവ വിശ്വാസികൾ, മക്കയിലുള്ളവർ, അല്ല, ഇയാൾ യഥാർത്ഥ പ്രവാചകൻ തന്നെയാണോ? അപ്പോൾ ആ സന്ദർഭത്തിൽ ആ ജൂത പണ്ഡിതന്മാര് ഈ ബഹുദൈവ വിശ്വാസികളോട് പറഞ്ഞത്, നിങ്ങൾ ആ പ്രവാചകനോട് 3 ചോദ്യം ചോദിക്കുക. 2 ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുകയും 1 ചോദ്യത്തിന് അതെനിക്കറിയില്ല, അള്ളാഹുവിനിക്ക് മാത്രമേ അറിയൂ എന്ന് മറുപടി പറയുകയാണെങ്കിൽ അദ്ദേഹം യഥാർത്ഥ പ്രവാചകനാണ്. അപ്പോ ബഹുദൈവ വിശ്വാസികൾ ചോദിച്ചു, എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അപ്പോ ചരിത്രമാണ്, 2 ചരിത്രമാണ് ചോദിക്കാൻ പറയുന്നത്. ഒന്ന്, ദുൽഖർനൈൻ എന്ന് പറയുന്ന ലോകം അടക്കി ഭരിച്ച ഒരു ഭരണാധികാരി, അയാളെ പറ്റി ചോദിക്കുക. 2, അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി ചോദിക്കുക, ഗുഹാവാസികളെ പറ്റി ചോദിക്കുക. അദ്ദേഹം യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു തരും. പിന്നെ ആത്മാവ് എന്താന്നുള്ളൊരു ചോദ്യം ചോദിക്കാം, റൂഹ്. അതിന് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയരുത്. അദ്ദേഹം പറയണം അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. ഇങ്ങനെയാണെങ്കിൽ അത് യഥാർത്ഥ പ്രവാചകനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആനിൽ അള്ളാഹു തആല ചരിത്രം പറയുന്നത്, ഒന്നാമത്തെ അതിന്റെ ലക്ഷ്യം പ്രവാചകരുടെ പ്രവാചകത്വവും വഹിയും സ്ഥിരീകരിക്കാനാണ്. ഇവിടെ അതന്നല്ലേ നടക്കുന്നത്. നോക്കൂ, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ വന്നുകൊണ്ട് ചോദിക്കുകയാണ്. ജൂത പണ്ഡിതന്മാർ ചോദിക്കാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ചോദിച്ചു. ആരാണ് ദുൽഖർനൈൻ? ആരാണ് അസ്ഹാബുൽ കഹ്ഫ്? എന്താണ് റൂഹ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ നാളെ വരൂ, ഞാൻ പറഞ്ഞു തരാം. ആളായതൊന്നുമില്ല, വെറുതെ ആളായതൊന്നുമില്ല. നമ്മൾ പലരും ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു മസലയൊക്കെ ചോദിക്കുമ്പോൾ ചോദിച്ച ഉടനെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് വിവരം കുറവാണെന്ന് അവർ തെറ്റിദ്ധരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പറയും. അങ്ങനല്ല, സൂക്ഷ്മത അങ്ങനല്ല. സംശയം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാൻ തന്നെ പറയാം, അതിൽ കുറവൊന്നുമില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്കൊന്നും പറയില്ല. വമാ യന്തിഖു അനിൽ ഹവാ, ദേഹേച്ഛക്കനുസരിച്ച് അള്ളാഹുവിന്റെ തിരുദൂതർ ഒന്നും സംസാരിക്കില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, തനിക്ക് ലഭിക്കുന്ന വഹ്യിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ നാളെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫ് ഇറക്കി കൊടുത്തത്. അങ്ങനെ ആരാണ് ദുൽഖർനൈൻ എന്ന് പഠിപ്പിച്ചു കൊടുത്തത്. ഖർണ് എന്ന് പറഞ്ഞാൽ കൊമ്പ് നടത്തണം. ദുൽഖർനൈൻ എന്ന് പറയുന്ന ഈ മഹാന്റെ പേര് മുൻദിർ എന്നാണ്. അദ്ദേഹത്തിന് തലയുടെ 2 ഭാഗത്ത് ഓരോ മുഴ ഉണ്ടായിരുന്നു. 2 കൊമ്പ് പോലെ ഉണ്ടായിട്ടില്ല, എന്നാലും കൊമ്പ് നിൽക്കുന്നത് പോലെ 2 ചെറിയ മുഴ. അതുകൊണ്ട് അങ്ങനെ വന്നതെന്ന് അഭിപ്രായം. അല്ല, ഖർണ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട് നടത്തണ്ട, 200 കൊല്ലം ജീവിച്ച ആളാണ്. അതുകൊണ്ടാണ് 2 നൂറ്റാണ്ട് ഖർനൈൻ, ദുൽഖർനൈൻ, 2 നൂറ്റാണ്ടിന്റെ ആള് എന്ന അർത്ഥത്തിലാകാം. അല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറും രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച ആള് എന്നുള്ള നിലക്ക് ദുൽഖർനൈൻ എന്ന് വന്നതാകാം. എന്താവട്ടെ, സ്വലിഹായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഈ നോക്കൂ, 7ഓളം വരുന്ന ചെറുപ്പക്കാർ അസ്ഹാബുൽ കഹ്ഫ്, അവരുടെ കഥയും അള്ളാഹു പറഞ്ഞു കൊടുത്തപ്പോ ആത്മാവിനെ പറ്റി ജനങ്ങൾ ചോദിക്കും, നബിയെ അത് അള്ളാഹുവിനിക്ക് മാത്രമേ അറിയൂ എന്ന് മറുപടി പറഞ്ഞോളൂ. അപ്പൊ അവർക്കും മനസ്സിലായി ഖുർആൻ മുഹമ്മദ് നബി സത്യസന്ധനാണ്, യഥാർത്ഥ പ്രവാചകനാണ്, പറയുന്ന ചരിത്രം ഒരിക്കലും കെട്ടുകഥയല്ല. വിവരമുള്ള വേദപണ്ഡിതന്മാരും അതിനെ ശരിവെക്കുകയാണ്. അപ്പൊ അന്നുള്ള ആളുകൾക്ക്, നേർക്കുനേരെ ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അങ്ങനെ ചിലതൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ഖുർആൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ വലിയ അത്ഭുതം തോന്നിപ്പോ അതിലെ കാര്യങ്ങൾ, അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വലിയൊരു സംഭവം ഉണ്ടായി. 2 വലിയ സാമ്രാജ്യങ്ങളായിരുന്നു. ഒന്ന് റൂം, നമ്മളിന്ന് റോം എന്ന് പറയുന്നു. അതുപോലെ തന്നെ പേർഷ്യ, 2, അതായത് ഫാരിസ്. അപ്പൊ റോമും ഫാരിസും, അതായത് റോമും പേർഷ്യയും വലിയ ഒരു യുദ്ധം നടന്നു. റോമക്കാര് വേദക്കാരായിരുന്നു, പേർഷ്യക്കാർ അവർ ബഹുദൈവാരാധകരായിരുന്നു, തീയിനെയും മറ്റും ആരാധിക്കുന്നവരായിരുന്നു. അപ്പൊ റോമും പേർഷ്യയും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായും മക്കയിലുള്ള സത്യവിശ്വാസികൾ, പ്രവാചകരും സ്വഹാബത്തും റോമക്കാരെ പക്ഷം നിന്നു. എന്താ കാരണം? റോമക്കാരെന്ന് പറഞ്ഞാൽ വേദക്കാരല്ലേ. അപ്പോൾ വേദക്കാര് അള്ളാഹുവിൽ നിന്നുള്ള നേരത്തെ വേദഗ്രന്ഥം ലഭിച്ചവരാണല്ലോ അവർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവരോടൊരു അനുഭവം. എന്നാൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പേർഷ്യക്കാരൊപ്പം നിന്നു. കാരണം മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ, അവർ ബഹുദൈവ വിശ്വാസികളാണ്. പേർഷ്യക്കാരും അങ്ങനെയാണ്. പന്ത് കളിയൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ഒരു താല്പര്യമില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നൊരു ടീം കോഴിക്കോട് പോയി കളിക്കുന്നുണ്ടെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത ആളുകൾ ചോദിക്കും, ആരെ ജയിച്ചു, 4 ഗോളിന് നമ്മൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മിടുക്കന്മാരെന്ന് പറയും. അതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. എന്നാലും ഇല്ലെങ്കിൽ തന്നെ ഭയങ്കരമാണല്ലോ. ഇപ്പോൾ ഇന്ത്യ വേൾഡ് കപ്പിലൊന്നും കളിക്കണില്ലെങ്കിലും നമ്മളിവിടുത്തെ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന കണ്ടിട്ടില്ലേ? സ്വന്തം ഭാര്യയ്ക്കൊരു മാക്സി പോലും വാങ്ങിക്കൊടുക്കാത്ത ആളുകൾ ഫ്രാൻസിന്റെ കൊടി കെട്ടുകയാണ്, അർജന്റീനന്റെ കൊടി കെട്ടുകയാണ്, അർജന്റായിട്ട് കെട്ടും, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട്. വേറെ ഒന്നിനും കാശുണ്ടാവില്ല. ഇത് അതുപോലെയല്ല, ഇത് ആദർശപരാണ്. ഏതായിരുന്നാലും ബഹുദൈവ വിശ്വാസികളാണ് വിജയിച്ചത്, പേർഷ്യക്കാരാണ് വിജയിച്ചത്. അപ്പോ അത് സംബന്ധമായിട്ട് വലിയ പരിഹാസങ്ങൾ വന്നു. മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകരോടും അനുയായികളോടും പറഞ്ഞു, ഇപ്പൊ കണ്ടില്ലേ, പേർഷ്യക്കാര് ജയിച്ചു, റോമക്കാര് തോറ്റു. റോമക്കാര് നിങ്ങളുടെ ആളുകളായിരുന്നില്ലേ? ആ റോമക്കാര് പേർഷ്യക്കാരോട് തോറ്റതുപോലെ നിങ്ങളും ഞങ്ങളോട് തോൽക്കുന്നതാണ്. അങ്ങനെ വല്ലാതെ പറയാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരായത്തിറക്കി. ഒരായത്തല്ല, ഏതാനും ആയത്തുകൾ. ഒന്ന് ശ്രദ്ധിക്കൂ. ഖുർആൻ പഴങ്കഥയാണോ കെട്ടുകഥയാണോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. غلبت
غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون في بضع سنين لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم. അല്ലാഹു പറയുന്നു, റോമക്കാര് അടുത്ത നാട്ടിൽ വെച്ച് തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ശരി തന്നെയാണ്. ഇവർ വല്ലാതെ തുള്ളുകയാണ്. ബഹുദൈവ വിശ്വാസികൾ വല്ലാതെ പരിഹസിക്കുകയാണ്. അള്ളാഹു മറുപടി കൊടുക്കുകയാണ്, ഈ അടുത്ത നാട്ടിൽ വെച്ച് റോമക്കാര് തോൽപ്പിക്കപ്പെട്ടു എന്നത് ശരിയാണ്. പക്ഷേ വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, ആ റോമക്കാര് പരാജയപ്പെട്ടതിന്റെ ശേഷം ഇനി അവർ വിജയിക്കുക തന്നെ ചെയ്യും. ഫീ ബിദ്ഇ സിനീൻ, ഏതാനും കൊല്ലങ്ങൾക്കിടയിൽ. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ്, മുമ്പും ശേഷവുമുള്ള സർവ്വ കാര്യങ്ങളും അല്ലാഹുവിനാണ്. വയൗമഇദി യഫ്റഹുൽ മുഅ്മിനൂൻ, അന്ന് മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്നതാണ്. ഇന്ന് റോമക്കാര് തോറ്റത് കൊണ്ട് മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ പരിഹാസം കാരണം മക്കയിലെ സത്യവിശ്വാസികൾക്ക് പ്രയാസമുണ്ട്. എന്നാൽ ഈ റോമക്കാര് തിരിച്ചു വരും. പേർഷ്യക്കാര് തോൽക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അന്ന് മുഅ്മിനീങ്ങൾ സന്തോഷിക്കും. ബിനസ്രില്ലാഹ്, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ വരിക തന്നെ ചെയ്യും. ഈ ആയത്ത് സൂറത്ത് റൂം, ആ പേരിൽ ഒരു സൂറത്ത് പോലും. ഇത് അവതരിച്ചപ്പോ കത്തുന്ന തീയിലേക്ക് പെട്രോൾ ഒഴിച്ചതുപോലെ. കാരണം പരിഹാസം കൂടി. എന്താ കാരണം എന്നറിയോ? ഭൗതിക കോണിലൂടെ വീക്ഷിക്കുകയാണെങ്കിൽ ഇനി റോമക്കാർക്കൊരു തിരിച്ചുവരവ് അത് അസാധ്യമാണ്. അതിന് മാത്രം അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇനി റോമക്കാര് തിരിച്ചു വരിക, പേർഷ്യക്കാരെ പിന്നീട് അവർ തോൽപ്പിക്കുക, അതൊക്കെ അസംഭവ്യമാണ് എന്നാണ് അവരെ കാഴ്ചപ്പാട്. പക്ഷെ റബ്ബല്ല എല്ലാം അറിയുന്നവൻ. ഈ ആയത്തിറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞതാണ്, നിങ്ങളെ പറ്റിക്കാണ്, നിങ്ങളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണ് എന്ന് പറയും പോലെ തന്നെ പഴങ്കഥയാണ്, കെട്ടുകഥയാണെന്ന് പറഞ്ഞില്ലേ, സൂചിപ്പിച്ചല്ലോ അതിലേക്ക്. എന്നതുപോലെ അവർ പറയണതൊക്കെ വെറുതെ പറയാണ്. ഒരിക്കലും ഇനി റോമക്കാർക്ക് ജയം ഉണ്ടാവില്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു ഖലഫിനോട് പന്തയം വെച്ചു. ഉബയ്യ് ഇബ്നു ഖലഫിനോട് പറഞ്ഞു, ഒരു 2-3 കൊല്ലം കൊണ്ടൊക്കെ റോമക്കാർ ജയിക്കുന്നതാണ്. പക്ഷെ ജയിച്ചില്ല. അപ്പോ ഇവർ വീണ്ടും കളിയാക്കാൻ തുടങ്ങി. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയോട് വന്ന് പറഞ്ഞു, നബിയെ, സൂറത്ത് റൂമിന്റെ ഈ വചനങ്ങൾ ഇറങ്ങിയിട്ട് 3 കൊല്ലമായി. ഇപ്പോഴും റോമക്കാർക്കൊരു ജയം നമ്മൾ കാണുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു പറഞ്ഞത് ഫീ ബിദ്ഇ സിനീൻ എന്നാണ്. ഏതാനും കൊല്ലങ്ങൾക്കിടയിൽ വിജയം ഉണ്ടാവുന്നതാണ്. അതിന് അള്ളാഹു ഉപയോഗിച്ച വാക്ക് ബിദ്ഇ എന്നാണ്. ബിദ്ഇ എന്ന് പറഞ്ഞാൽ 3-ന്റെയും 9-ന്റെയും ഇടയിലാണ്. അപ്പോൾ 3 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. മാക്സിമം 9 കൊല്ലം. അതിൻ്റെ ഇടയിൽ എന്തായിരുന്നാണ് വിജയം ഉണ്ടാവുന്നത്? ധൈര്യമായിട്ട് നമ്മൾ പറഞ്ഞു, അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങളല്ലേ. അപ്പോൾ ഉബയ്യ് ഇബ്നു ഖലഫിനേറ്റും ഒരു ബെറ്റ് വെച്ചു, പന്തയം വെച്ചു. അന്ന് പന്തയം അനുവദനീയായിരുന്നു. 100 ഒട്ടകങ്ങൾക്കാണ് പന്തയം വെച്ചത്. ജയിച്ചാല് ഒരു 9 കൊല്ലത്തിന്റെ ഇടയിൽ റോമക്കാര് രണ്ടാമതൊരു യുദ്ധത്തിൽ ജയിച്ചാല്, തിരിച്ചു പിടിച്ചാല് അബൂബക്കർ റളിയല്ലാഹു അൻഹു 100 ഒട്ടകം ഇങ്ങോട്ട് കിട്ടും. ഇല്ലേ, അങ്ങോട്ട് 100 ഒട്ടകം. 7-ാമത്തെ വർഷം കൃത്യമായിട്ട് റോമും പേർഷ്യയും ഏറ്റുമുട്ടുകയും അതിൽ പേർഷ്യക്കാർ അമ്പെ പരാജയപ്പെടുകയും റോമക്കാർ ജയിക്കുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ അവരിൽ നിന്ന് ആ 100 ഒട്ടകം ബെറ്റ് വെച്ചത്, ആ പന്തയം വെച്ച ഒട്ടകം വാങ്ങി നബിയുടെ അരികെ കൊണ്ടുവന്നു. അത് ദാനം ചെയ്യാൻ അള്ളാഹുവിന്റെ തിരുതർ കൽപ്പിച്ചു. പിന്നീട് പന്തയം അത് നിരോധിച്ചു. അന്ന് അനുവദനീയായി.
അപ്പൊ നമുക്ക് എത്ര കൃത്യമാണിത്. ബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ. ഒരു നിലക്കും ഒരാൾക്കും അവർ തിരിച്ചു വരുന്ന യാതൊരു പ്രതീക്ഷക്കും വകയില്ലാത്ത സമയം, ആ സമയത്ത് ആ ഖുർആൻ വളരെ കൃത്യമായിട്ട് സൂറത്ത് റൂമിലൂടെ ജയിക്കും. അവര് റോമക്കാർ ജയിക്കും. അന്ന് മുഅ്മിനീങ്ങൾ സന്തോഷിക്കും. നിങ്ങൾ വല്ലാതെ തുള്ളണ്ട എന്നുള്ള കാര്യം കൃത്യമായിട്ട് കൊടുത്തു എന്നാണ്. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം, ഖുർആൻ പറയുന്നതൊന്നും കെട്ടുകഥയല്ല. അതിന്റെ പ്രവചനങ്ങള് അത് സത്യമായിട്ട് പുലരുമെന്നുള്ള കാര്യം. ഇതൊക്കെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാം. ഇനിയിപ്പോൾ ഖുർആനിലെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ 1000-ഓളം ചരിത്രങ്ങൾ, 1000 കഥകൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഓരോന്നിനും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്, ധാരാളം കാര്യങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചില പുരാതനമായ ഒരു രാജ്യമാണല്ലോ യമൻ. യമനോട് ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. യമൻ എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് കേരളക്കാരായ നമുക്കൊക്കെ അതിനോട് വലിയ ബന്ധവും പാരമ്പര്യവുമുണ്ട്. ഒരുപാട് ഉത്ഥാന പതനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച രാജ്യമാണ് യമൻ. യമനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ. അത് ഖുർആൻ പറയുന്നത് പലതും ശാസ്ത്രീയമായിട്ട് പോലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തു സബ. ഈ സൂറത്തു സബയിലെ 15-ാം വചനം എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിർ റിസ്കി റബ്ബികും വഷ്കുറൂ ലഹു ബൽദത്തുൻ ത്വയ്യിബ വറബ്ബുൻ ഗഫൂർ. യമനിലെ ഒരു സ്ഥലമാണ് സബ എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നു, സബയിലുള്ള ആളുകൾ അവർക്കവരുടെ താമസ സ്ഥലത്ത്, വാസസ്ഥലത്ത് വലിയ ദൃഷ്ടാന്തമുണ്ട്. അതായത് അവിടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും മനോഹരമായ 2 തോട്ടങ്ങൾ. അള്ളാഹു അവരോട്, ആ നാട്ടുകാരോട് പറഞ്ഞു, കുലൂ മിർ റിസ്കി റബ്ബികും വഷ്കുറൂ ലഹു. നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ ആഹാരത്തിൽ നിന്ന് കഴിച്ചോളൂ, റബ്ബിന് നന്ദി ചെയ്യുകയും ചെയ്തോളൂ. ബൽദത്തുൻ ത്വയ്യിബ, എത്ര നല്ല നാടാണിത്. വറബ്ബുൻ ഗഫൂർ, റബ്ബാകട്ടെ പൊറുക്കുന്നവനുമാണ്. ആ നാട്ടുകാരോട് പറഞ്ഞു. അതായത് യമനിലെ സബയിൽ 2 പർവ്വതങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് വലിയ ഒരു അണക്കെട്ടുണ്ടായിരുന്നു. ആ അണക്കെട്ടിനെ പറ്റിയാണ് പറയുന്നത്. ഇഷ്ടംപോലെ വെള്ളം, തോട്ടങ്ങൾ എല്ലാം അവർക്കുണ്ട്. പക്ഷെ അവർ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചു. അങ്ങനെ മറന്ന് ജീവിച്ചപ്പോൾ അള്ളാഹു പറയുന്നു, അവർ സത്യത്തിൽ നിന്ന് പുറംതിരിഞ്ഞു പോയപ്പോ, അതിനെ അവഗണിച്ചു പോയപ്പോൾ ആ അണക്കെട്ടിലെ ജലപ്രവാഹത്തെ അവർക്ക് നേരെ നാം തിരിച്ചുവിട്ടു. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്, അങ്ങനെ ആ 2 തോട്ടങ്ങളെ നാം നശിപ്പിച്ചു. അതിന് പകരം അവർക്ക് 2 തോട്ടങ്ങൾ പകരമായി നൽകി. അതിലെ കനികൾ മുഴുവനും അത് കൈപ്പുള്ളതായിരുന്നു. പിന്നെ അവിടെ അതിന്റെ ശേഷം ആ തോട്ടത്തിന്റെ സ്ഥാനത്ത് ഉണ്ടായ കാറ്റാടി മരങ്ങളും അതുപോലെ ഏതാനും വാഗമരങ്ങളും ഒരു ഉപകാരവും ഇല്ലാത്തതാണ് അവിടെ ഉണ്ടായത് എന്ന് അല്ലാഹു തആല പറയുന്നു. ഈ സംഭവം ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. നോക്കൂ, ഒരു 350 മീറ്റർ നീളത്തിലും 45 മീറ്റർ ഉയരത്തിലുമായിരുന്നു അത്രേ ആ പുരാതനമായ അണക്കെട്ട്. ഈ അണക്കെട്ടിനെ പറ്റി ഖുർആൻ വളരെ കൃത്യമായിട്ട് സൂറത്തിൽ പറയണം. ഇത് കെട്ടുകഥയാണോ? അല്ലല്ലോ. 1400 കൊല്ലത്തോളം യഥാർത്ഥത്തിൽ ഈ അണക്കെട്ട്, അതായത് BC 850 മുതൽ പിന്നെ AD 542 വരെ 1400 കൊല്ലത്തെ പഴക്കണ്ട് ഈ അണക്കെട്ടിന്. അള്ളാഹുവിന്റെ തിരുദൂതർ ജനിക്കുന്നതിന്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് 1400 കൊല്ലം പഴക്കമുള്ള ഈ അണക്കെട്ട് അള്ളാഹു തആല തകർക്കുന്നത്. നബി ജനിച്ച് പിന്നെ 40 കൊല്ലം കഴിഞ്ഞ് വഹി വന്ന് പിന്നെയുള്ള ഈ വിവരം പറയുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഖുർആൻ കൃത്യമായിട്ട് ഈ ചരിത്രം പറഞ്ഞു. അള്ളാഹുവിന്റെ തിരുദൂതർ യമനിൽ പോയി പഠനം നടത്തിയിട്ടല്ലോ ഇത് പിന്നെ നമുക്ക് ഓതിത്തരുന്നത്. മറിച്ച് അള്ളാഹു പറഞ്ഞു കൊടുത്തതിനനുസരിച്ചാണ്.
ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് ഇന്നും യമനിൽ പോയാൽ ഇതിൻ്റെ അവശിഷ്ടം, ഇതിൻ്റെ ബാക്കി, അതിൻ്റെ ശേഷിപ്പ് യമനിൽ പോയാൽ കാണാൻ സാധിക്കും. യമൻ ഭൂമിയുടെ രാജ്യമാണ്. പറയുന്നത് സഹോദര, ഖുർആൻ ഒരിക്കലും കെട്ടുകഥയല്ല. അതുപോലെ യമനിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യമനിലെ ഹദർമൗത്തിനടുത്ത് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് അഹ്ഖാഫ് എന്ന് ഖുർആൻ പറഞ്ഞ സ്ഥലം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അനവധി തവണ പറഞ്ഞതാണ് ഹൂദ് നബിയുടെ ചരിത്രം. ആ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ അതിശക്തമായ കൊടുങ്കാറ്റിലൂടെ അള്ളാഹു നശിപ്പിച്ച സ്ഥലം ഇന്നും ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കും. ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. വലിയ നീളവും വലിയ പൊക്കവുമുള്ള ആ വിഭാഗത്തെ അള്ളാഹു തആല നശിപ്പിച്ചത് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ. കെട്ടുകഥയാണോ അത്? പഴങ്കഥയാണോ? അല്ല. ബുദ്ധിയുള്ള ആളുകൾക്ക്, വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതറിയാം ഖുർആനാ പറയുന്നത് മുഴുവനും സത്യസന്ധമാണ് എന്ന്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുപോലെ നോക്കൂ, പരിശുദ്ധ മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് യാത്ര പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു സ്ഥലം, ഇന്നും അതിന്റെ ശേഷിപ്പ് കാണാം. സമൂദ് വിഭാഗത്തെ സ്വാലിഹ് നബിയുടെ ജനതയെ അള്ളാഹു നശിപ്പിച്ചത് ഇന്നും കാണാൻ കഴിയും. സ്വാലിഹ് നബിയുടെ ജനതയെ അള്ളാഹു നശിപ്പിച്ചതിന്റെ അടയാളം ഇന്നും സൗദി അറേബ്യയിലുണ്ട്. അന്ന് അവർ നിർമ്മിച്ച വീടുകൾ, പർവ്വതങ്ങൾ, മലകൾ തുരന്ന്, പാറ തുരന്നുണ്ടാക്കിയ വീടുകൾ, അതിന്റെ അവശിഷ്ടം ഇന്നും കാണാം. അള്ളാഹുവിന്റെ തിരുദൂതർ അതിലൂടെ യാത്ര പോകുമ്പോൾ സ്വഹാബത്തിനോട് പറയുമായിരുന്നു, കരഞ്ഞുകൊണ്ടല്ലാതെ അതിലെ പോകാൻ പാടില്ല. കാരണം അത്ര വലിയ ധിക്കാരികളായ ആളുകളെ അള്ളാഹു നശിപ്പിച്ച സ്ഥലമാണ്. ഖുർആൻ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ഇന്നും അതിന്റെ പലതിന്റെയും ശേഷിപ്പുകൾ 40-ലധികം തവണ അല്ലാഹു തആല ആവർത്തിച്ച് പറഞ്ഞ പുതുമയോടുകൂടെ അവതരിപ്പിച്ചു നൂഹ് നബിയുടെ കഥ. അന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്, അതും ശാസ്ത്രീയമായിട്ട് പോലും തെളിയിക്കപ്പെട്ടില്ലേ. എന്നിട്ട് ചിലർക്കിപ്പോഴും ഇത് കെട്ടുകഥയാണെന്ന് പറയാൻ വല്ലാത്ത താല്പര്യമാണ്, അസൂയയാണ്. സഹോദര, ശൈഖുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. അതിന്റെ വലിയ രേഖ എന്താ? അള്ളാഹു അതിന്റെ ഒരു തെളിവ് മാലോകർക്കറിയാൻ അവശേഷിപ്പിച്ചു. അതായത് 300 മുഴം നീളത്തിലും 50 മുഴം വീതിയിലും 30 മുഴം ഉയരത്തിലും ഒരു വലിയ കപ്പലുണ്ടാക്കി മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. അങ്ങനെ 6 മാസമാണ് ആ വെള്ളം നിലനിന്നത്. റജബ് 10 തുടങ്ങിയത് മുഹറം 10 വരെ നിലനിന്നു. 6 മാസം. അങ്ങനെ മുഹറം 10 അന്ന് വെള്ളം അങ്ങനെ താഴ്ന്നു. ലോകത്തെ വലിയൊരു കൊടുമുടിയാണ് ഗ്രേറ്റ് അറാറത്ത്. 5100 ചില്ലാനം മീറ്റർ ഉയരമുള്ള ഗ്രേറ്റ് അറാറത്തിലെ വലിയൊരു പർവ്വതമാണ് ജൂതി. ആ ജൂതി മലയിലാണ് ഈ കപ്പല് അണഞ്ഞത്, വെള്ളം അങ്ങനെ താഴ്ന്നിട്ട്. ഇത് ഖുർആൻ പറയുന്ന ചരിത്രമല്ലോ. കാലം ഒരുപാട് കഴിഞ്ഞു, നൂറ്റാണ്ട് ഒരുപാട് കഴിഞ്ഞതിന്റെ ശേഷമാണ് ജൂതി മലയിൽ നിന്ന് ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ചത്. ഇന്ന് കളവ് പറയാൻ പറ്റില്ല. ഒരു വസ്തു നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആ വസ്തുവിന്റെ പഴക്കം എത്രമാത്രമുണ്ട് എന്ന് പരിശോധിച്ചറിയാനുള്ള മാർഗങ്ങൾ ഇന്നില്ലേ. നുണ പറയാൻ പറ്റുമോ? വെറുതെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല സഹോദര, ആ ചരിത്രവും സത്യമായി പുലർന്നു. BC 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും അന്ന് നടന്ന വലിയൊരു ചരിത്രമാണ് ലൂത്ത് നബിയുടെ കഥ. 18-19 നൂറ്റാണ്ടുകളിൽ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവങ്ങൾ. അതുപോലും നോക്കൂ, നമുക്കിപ്പോ ശാസ്ത്രത്തിന്റെ കയ്യൊപ്പ് വേണ്ട. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ മോമിനികൾ അത് അംഗീകരിക്കും. പക്ഷെ എതിരാളികൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ലൂത്ത് നബിയുടെ ജനതയെ അള്ളാഹു നശിപ്പിച്ച കഥ സൂറത്തുൽ അറാഫില്, സൂറത്തുൽ നംലില്, അതുപോലെ അങ്കബൂത്ത് സൂറത്തില്, ശുഅറാ സൂറത്തില്, ഹൂദ് സൂറത്തില്, ഖമർ സൂറത്തില്, ഇങ്ങനെ ഒരുപാട് ഹിജ്ർ സൂറത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഇന്നിപ്പോ ശാസ്ത്രം പോലും അതിനെ ശരിവച്ചു. കാരണം അന്ന് ആ ജനതയെ നശിപ്പിച്ച സ്ഥലമാണ് ഇന്ന് ശവക്കടലായി നിലനിൽക്കുന്നത്. ശാസ്ത്രം പറയുന്നത് ധാരാളം ഉൽക്കകൾ ഭൂമിയിലേക്ക് പതിച്ച സ്ഥലമാണത്. കാരണം ആ വെള്ളത്തിലെ ചില കെമിക്കൽ കാരണം ആ വെള്ളത്തിൽ മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഖുർആൻ പറയുന്നതോ ആ ജനതക്ക് നേരെ ആകാശത്ത് നിന്ന് കന്മഴ ഇറങ്ങിയതാണ്, ചൂടുള്ള കല്ലിറങ്ങിയതാണ്. ഇവർ പറയുന്നത് ആകാശത്ത് നിന്ന് ഉൽക്കകൾ പതിച്ചത് കൊണ്ടാണെന്നാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും
ഒലിവർട്ടിനെ പോലെയുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ അത് ശാസ്ത്രീയമായിട്ട് പോലും തെളിയിച്ചതാണ്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ. ഇപ്പൊ ഫിർഔൻ, ഖുർആൻ പറഞ്ഞ ചരിത്രമാണല്ലോ, കെട്ടുകഥയാണോ? ഫിർഔൻ എന്ന് പറയുന്ന സ്വച്ഛാധിപതിയെ ഇന്നും എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ, പിൻഗാമികൾക്കൊരു പാഠമാകാൻ ഇന്നെ സൂക്ഷിക്കും എന്ന് ഖുർആൻ പറഞ്ഞത് ഇന്നും ഈജിപ്തിൽ പോയാൽ ഫിർഔന്റെ ശരീരം അതുപോലെ കിടക്കുകയാണ്. ഇങ്ങനെ ഖുർആൻ പറഞ്ഞ ഓരോ ചരിത്രങ്ങളും അത് 100% വസ്തുനിഷ്ഠമാണ് എന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഏതാനും ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. പിന്നെ ചില ആളുകൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാർട്ടൂൺ വരക്കുന്നവരും എഴുതുന്നവരും വക്രബുദ്ധിക്കാർ, കുടില മനസ്കരായ ആളുകൾ, സത്യത്തിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നവർ, ദയവ് ചെയ്ത് അവർക്ക് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെ സത്യവിശ്വാസികൾക്കുണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചരിത്രങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പള്ളിക്കൂടം റിലീഫ് സെല്ലിലേക്ക് ഒരുപാട് ആളുകൾ പ്രത്യേകം സംഭാവന നൽകിയിട്ടുണ്ട്. ഒരു ഉമ്മ ഒരു 300 രൂപ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം കിട്ടിയതാണ്. ഇന്ന് ഈ ക്ലാസ്സിലേക്ക് വന്നതാണ് പറയുന്നത്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് 300 രൂപ. അല്ലാഹു തആല അത് സ്വീകരിക്കട്ടെ. അതുപോലെ ആലത്തൂർപടിയിലുള്ള ഒരു സഹോദരൻ 200 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹു അത് കബൂലാക്കട്ടെ. അതുപോലെ വേങ്ങര OKM നഗറിലുള്ള ഒരു സഹോദരന്, ഗൾഫിലാണ് ആ സഹോദരൻ, 1000 രൂപ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അല്ലാഹു അത് കബൂലാക്കട്ടെ. ഗൾഫിലുള്ള നമ്മുടെ ഒരു സഹോദരൻ 1000 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹു അത് കബൂലാക്കട്ടെ. നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ പിന്നെ നമ്മുടെ മഹലിൻ്റെ അങ്ങേത്തല എന്ന് പറയാം, പിന്നെ ഒരു സഹോദരി തൻ്റെ മകളുടെ കല്യാണം ശരിയാകാൻ വേണ്ടി നേർച്ചയാക്കിയ ഒരു സ്വർണത്തിൻ്റെ ഒരു മോതിരം നമ്മുടെ റിലീഫിലേക്ക് എത്തിച്ചു തന്നെ. നമ്മളെ കോണിക്കല്ലിങ്ങിൽ ഉള്ള ഒരു സഹോദരി കുട്ടിയുടെ പിന്നെ കല്യാണം ശരിയാകാൻ വേണ്ടി നേർച്ചയ്ക്ക് ഒരു മോതിരം, സ്വർണത്തിൻ്റെ ഒരു മോതിരം നൽകിയിരുന്നു. ആ കല്യാണം റാഹത്തായി നിക്കാഹ് കഴിഞ്ഞ ആ സന്തോഷത്തിൽ ആ മോതിരം നമ്മൾ വിറ്റു. 9250 രൂപക്കുണ്ട് ആ മോതിരം. അള്ളാഹു ആ കുട്ടിയുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകട്ടെ. ആ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകട്ടെ, ആമീൻ. അതുപോലെ നമ്മുടെ വേങ്ങരയിലുള്ള നമ്മുടെ ഒരു സഹോദരൻ നേരത്തെ ഒരു സ്വർണ്ണ മോതിരം നൽകിയിരുന്നു. ആ സഹോദരന് ഒരു സ്വർണ്ണ മോതിരവും കൂടി നമ്മുടെ റിലീഫിലേക്ക് നൽകിയിട്ടുണ്ട്. അത് 10,000 രൂപ, കറക്റ്റ് 10,000 രൂപയാണ് അതിൻ്റെ വില. അതുപോലെ തന്നെ ഒരു സഹോദരൻ നേർച്ചയാക്കിയത് 300 രൂപ നൽകിയിട്ടുണ്ട്. നമ്മുടെ ആ സ്വർണ്ണ മോതിരം നൽകിയ ആ സഹോദരൻ ഇപ്പോൾ ഗൾഫിലാണുള്ളത്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകട്ടെ. ആ കുടുംബത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകട്ടെ. ഭാര്യ സന്താനങ്ങളിലും മാതാപിതാക്കളിലും അല്ലാഹു തആല എല്ലാ നിലക്കും ഖൈർ നൽകട്ടെ, ആമീൻ. അതുപോലെ തന്നെ 300 രൂപ നേർച്ചയാക്കിയത് ആ വീട്ടിൽ നിന്ന് തന്നെ ഒരു 101 രൂപ വേറെ, അവർ തന്നെ ഒരു 101 രൂപ വേറെ നൽകിയിട്ടുണ്ട്. അല്ലാഹു അത് കബൂലാക്കട്ടെ. അതുപോലെ അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ, ആമീൻ. അതുപോലെ ഒരു സഹോദരി ഒരു 500 രൂപ പ്രത്യേകം ദ്വാരക്കാൻ നൽകിയിട്ടുണ്ട്. ചെറിയ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അല്ലാഹു തആല ആ പ്രയാസങ്ങൾ, ചില രോഗങ്ങളുണ്ട്, അല്ലാഹു ഇതിന് പൂർണ്ണ ശിഫ നൽകട്ടെ, ആമീൻ. അതുപോലെ ഗൾഫിലുള്ള നമ്മുടെ ഒരു സഹോദരൻ്റെ ഭാര്യ ഒരു 250 രൂപ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അല്ലാഹു അത് കബൂലാക്കട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അതുപോലെ തന്നെ പിന്നെ ഗൾഫിലുള്ള ആ സഹോദരൻ്റെ ഒക്കെ ജോലിയിലും മറ്റും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ ഒരു സഹോദരന് രോഗം മാറാൻ, അലർജി കാരണം ചെറിയൊരു പ്രയാസമുണ്ട്, അത് മാറാൻ വേണ്ടി നമ്മുടെ ഒരു സഹോദരന് ഒരു കുട്ടി ഒരു 100 രൂപ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അല്ലാഹു അത് കബൂലാക്കട്ടെ. ആ രോഗത്തിന് പരിപൂർണ്ണ ശിഫ നൽകട്ടെ. അല്ലാഹു ഇത്തരം നല്ല സംവിധാനങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടട്ടെ. ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ SKSFിൻ്റെ പ്രവർത്തകർ, ഇതൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യുന്നവർ, അല്ലാഹു അവർക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഗൾഫിലും ഈ നാട്ടിലുമുള്ളവർ, നമ്മുടെ എല്ലാ നിലക്കും സഹായിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു ആരോഗ്യം നൽകട്ടെ. ഈ മഹാമാരിയിൽ നിന്ന് അല്ലാഹു രക്ഷ നൽകട്ടെ. പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, ഗർഭിണികൾക്ക് വേണ്ടി മറ്റൊക്കെ. അല്ലാഹു തആല അവർക്കൊക്കെ എല്ലാ നിലക്കും ആരോഗ്യം നൽകട്ടെ, എല്ലാ നിലക്കും ഖൈർ നൽകട്ടെ. അപകടത്തിൽ മറ്റുപെട്ടവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് ജോലിക്കിറങ്ങാനുള്ള അവസരം അവർക്ക് പ്രദാനം ചെയ്യട്ടെ. ഗർഭിണികൾക്ക് അല്ലാഹു സുഖപ്രസവം നൽകട്ടെ. അല്ലാഹു പ്രായമായ നമ്മുടെ മാതാപിതാക്കൾക്കും മറ്റും ആഫിയത്ത് നൽകട്ടെ. എല്ലാ രോഗങ്ങളും തൊട്ടും അല്ലാഹു കാക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ റിലീഫിലേക്ക് സഹായിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ.
സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.